പഴയങ്ങാടി മുട്ടുകണ്ടി റിവർവ്യൂ പാർക്കിലെ ശുചിമുറികൾ പ്രവർത്തിപ്പിക്കാൻ നടപടിയില്ല. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ശുചിമുറികൾ നോക്കുകുത്തിയായി. വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് ശുചിമുറികളുടെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരിക്കുകയാണ്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച റിവർവ്യൂ പാർക്കിനോടനുബന്ധിച്ച് നിർമ്മിച്ച ശുചിമുറികളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിച്ചു. വൈദ്യുതി ബിൽ കുടിശ്ശികയായ 2114 രൂപ അടക്കാത്തതിനെ തുടർന്നാണ് വൈദ്യുത ബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള നോട്ടീസ് DTPCയുടെ പേരിൽ ശുചിമുറി കെട്ടിടത്തിന്റെ മീറ്റർ ബോക്സിൽ പതിച്ചത്. 2024 മാർച്ച് 3 മുതൽ 2025 ജനുവരി 9 വരെയുള്ള ബിൽ തുകയാണ് കുടിശ്ശികയായി കിടക്കുന്നത്. എന്നാൽ വർഷം 4 കഴിഞ്ഞിട്ടും ശുചിമുറികൾ ജനങ്ങൾക്ക് തുറന്നുകൊടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാനും ശുചിമുറികൾ തുറന്നുകൊടുക്കാനും അധികൃതർ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഈ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി AO മൂലക്കൽ കടവ് റോഡിൽ പബ്ലിക് ടോയ്ലറ്റ് ഭാഗമായി നിർമ്മിക്കുകയും പക്ഷേ അതിനുശേഷം അത് തുറന്നു കൊടുക്കാനുള്ള യാതൊരു നടപടിയും ഇതുവരെ അധികാരികൾ കൈക്കൊണ്ടില്ല. ഇവിടെ മത്സ്യ മാർക്കറ്റും അതുപോലെ തന്നെ പച്ചക്കറി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർക്കറ്റൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തുറന്നു കിട്ടിയ ജനങ്ങൾക്കും ഇവിടുത്തെ തൊഴിലാളികൾക്കും അത് വളരെ ഉപകാരമാകുമെന്നാണ്. പക്ഷേ അധികാരികൾ ഇത് ഉടൻ തുറന്നു കൊടുക്കാൻ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുറന്നു കൊടുത്താൽ വളരെയധികം ഉപകാരമായിരിക്കും ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും തൊഴിലാളികൾക്കും. പഴയങ്ങാടി ടൗണിൽ ആവശ്യത്തിന് പൊതു ശുചിമുറികളില്ലാത്തത് ടൗണിലെത്തുന്നവർക്ക് കടുത്ത ദുരിതമാണ് വരുത്തിവെക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.